എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തേനൂർ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുള്ള മറിയം വേൾഡിലെ വിശേഷങ്ങളാണ്. ഒരുപാട് വ്യത്യസ്തമായ മീനുകൾ നമ്മുടെ മറിയം വേൾഡിലുണ്ട് എന്നുള്ള കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ മറിയം വേൾഡിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഈ മറിയം വേൾഡ് കാലത്ത് ഒരു ഏകദേശം 10:30 മണിക്ക് ഓപ്പൺ ചെയ്യുമെന്നുള്ളതാണ് കേട്ടറിവ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അന്ന് ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വൈകിയാണ് അത് തുറന്നത്. 10:30 ഏകദേശം ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞത് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫാമിലീസിനും കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ നമ്മുടെ മറിയം വേൾഡ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇനി അഥവാ സമയമില്ലാത്തവർക്ക്, ഇങ്ങനെ മറിയം വേൾഡ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ ഈ വീഡിയോയിൽ ഫുള്ള് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് തന്നെ കാണുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാമിലീസ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ശരിക്ക് ഒരു ദിവസം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മറിയം വേൾഡ്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കാണെങ്കിൽ 400, 350, 250. പക്ഷേ കുട്ടികൾക്ക് അവിടെ ഹൈറ്റ് നോക്കിയിട്ടാണ് അവിടെ വില നിലവാരം തീരുമാനിക്കുന്നത്. ആ ഹൈറ്റ് നോക്കിയിട്ട് അവർ പറയുകയാണ്, കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 280 രൂപ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ടിക്കറ്റ് നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ഈ ഹൈറ്റ് നോക്കിയിട്ട് ടിക്കറ്റ് തീരുമാനിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി തോന്നിയെങ്കിൽ തീർച്ചയായും നല്ല നല്ല കമൻറ്റുകൾ ഇട്ട് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ഹൈറ്റ് നോക്കിയിട്ട് കുട്ടികളെ തീരുമാനിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും വേണ്ടേ? അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നമ്മൾ പൊട്ടനാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലെ ശരിക്കും മറിയം വേൾഡ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഏകദേശം തിരക്ക് കുറവായിരുന്നു. പക്ഷേ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോഴേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്ക് വന്നു. കാരണം ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ തന്നെ ശരിക്കും അവിടെ ഒരു ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളായിട്ട് ചെല്ലുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുടെ കാര്യത്തിൽ ഒരു ടാഗ് തൂക്കി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസും അതുമാത്രമല്ല ഫോൺ നമ്പർ അടങ്ങുന്ന ഒരു ടാഗ് നമ്മുടെ കുട്ടികളുടെ കഴുത്തിൽ തൂക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടി എന്തായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറാൻ സത്യം പറഞ്ഞാൽ പല ആളുകളോട് പറഞ്ഞുള്ള കേട്ടറിവാണ് നമ്മൾ ഇത് കാണാനുള്ള ഇൻട്രസ്റ്റ്. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് വ്യത്യസ്തമായ മീനുകളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതും എന്തൊക്കെ ടൈപ്പ് മീനുകളാണെന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലും. അപ്പോൾ അത് ഞാൻ എടുത്തു പറയണത് എന്താ വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഫാമിലീസാണ്. പിന്നെ സ്കൂൾ കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് ഇത് ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് പോകാൻ പോകണം, അതിൻ്റെ അകത്ത് കയറാൻ പോകണം. അപ്പോഴേക്കും അവിടെ വന്ന തിരക്ക് ഭയങ്കര തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മറിയം വേൾഡ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറി മീനുകളെ കാണാൻ പോവുകയാണ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ ഈ മീനുകളൊക്കെ ഒന്ന് കാണുക, കണ്ട് ആസ്വദിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മീനുകളും നിങ്ങൾക്ക് മിസ്സാവും. ഇനി അതല്ല, മറിയം വേൾഡിൽ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഓട്ടിച്ച് കണ്ടോ, കുഴപ്പമില്ല. ഇനി പോകാൻ പറ്റാത്തവർ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതിരുന്ന് തന്നെ ഇരുന്ന് കാണുക. അപ്പോൾ എന്തായാലും നല്ല വ്യത്യസ്തമായ ഒരുപാട് നല്ല നല്ല കളർഫുൾ മീനുകളെ നമുക്ക് കാണാം. മറിയം വേൾഡിലെ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്താണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കാണുക. അപ്പം ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല. മറിയം വേൾഡിലെ അടിപൊളി രസകരമായ കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ ഗുഹയുടെ അകത്തുകൂടെ നടന്ന് പല ടൈപ്പുള്ള വ്യത്യസ്തമായ മീനുകളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഗുഹയുടെ അകത്തുകൂടെ നടക്കാൻ വേണ്ടി ഈ ഹൈറ്റിൻ്റെ വേരിയേഷനിൽ കുട്ടികളെ എന്തിനാണ് വേർതിരിച്ചുകൊണ്ട് ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങളടുത്ത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വേരിയേഷൻ്റെ ആവശ്യമില്ല. കാരണം കുട്ടികൾക്കൊന്നില്ലെങ്കിൽ ഏജ് കാറ്റഗറി തിരിച്ച് അവർക്ക് എമൗണ്ട് തീരുമാനിക്കുക. ഇത് ഹൈറ്റ് നോക്കിയിട്ട് എന്തിനാണ് ഇവർ ഈ എമൗണ്ട് തീരുമാനിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തായാലും 2-2.5 മണിക്കൂറോളം നമ്മൾ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഗുഹയുടെ അകത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. 400 രൂപയിൽ അതും കൂടി ഇൻക്ലൂഡാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് കടന്നില്ല. അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ മീനിന് തീറ്റ കൊടുക്കുക പറഞ്ഞാൽ 1-2 മീനല്ല കേട്ടോ, ഒരുപാടാണ്. അത് എന്താ ഒരു രക്ഷയില്ല കേട്ടോ, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ. പക്ഷേ നമ്മൾ മീനിന് തീറ്റ കൊടുക്കാൻ പോയപ്പോഴല്ലോ പല മീനുകളും കടന്ന് പൊളച്ച് ലാസ്റ്റ് മീനുകളുടെയൊക്കെ ചില മീനുകളുടെ ഒന്നും കണ്ണില്ല. അത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമം പിടിച്ചു പോയി. അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മറൈൻ വേൾഡിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. മറൈൻ വേൾഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ വേറൊരു കലാപരിപാടിയും കൂടി ഉണ്ട് കേട്ടോ കുട്ടികൾക്ക്. അതായത് കുട്ടികൾക്ക് നിശ്ചിത ഫീസ് കൊടുത്തുകൊണ്ട് വെള്ളത്തിലിറങ്ങി നിന്നുകൊണ്ട് മീൻ പിടിക്കുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കുട്ടികൾക്ക് ഒരു ജോഡി ഡ്രസ്സ് കയ്യിൽ പിടിച്ചാൽ വളരെ നല്ലതാണ്. കാരണം കുട്ടികൾക്ക് ഈ ഒരു ടൈപ്പും കൂടി ഒരു എൻജോയ്മെൻറ്റ് വ്യത്യസ്തമായൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അപ്പോൾ ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു നിശ്ചിത ഫീസ് അവിടെയും പറയുന്നുണ്ട്. ഓരോ റൈഡിലും കയറണം വെച്ചാൽ അതിന് വേറൊരു എമൗണ്ടാണ്. അതല്ലെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 റൈഡിലും എൻജോയ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അവിടുത്തെ 7 റൈഡിലും എൻജോയ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ ചെന്നത് ബേർഡ്സ് പാർക്കിലേക്കായിരുന്നു. അവിടെയും ഒരു ഫീസ് ഉണ്ട് 40 രൂപ. അപ്പോൾ 40 രൂപ കൊടുത്താണ് ഇതിനകത്ത് കയറണമെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാലോ, ഈ ബേർഡ്സ് പാർക്കിൽ ദയവ് ചെയ്ത് ആരും കയറാതിരിക്കാൻ നല്ലത്. ഞങ്ങൾ കയറി പെട്ടുപോയി. അപ്പോൾ അതെന്താ കാരണം എന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീണ്ടും കാണുക. കാരണം ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് മീനുണ്ട്, പിന്നെ അതിന് ശേഷം കുറച്ച് ബേർഡ്സും ഉണ്ട്. കുറച്ച് ബേർഡ്സ് പറഞ്ഞാൽ എത്ര ഉണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഇവർ 40 രൂപ വാങ്ങണം. ഭയങ്കര മോശം പിടിച്ച പരിപാടിയാണ്. കാരണം അതൊക്കെ ശരിക്കും 400 രൂപയിൽ ഉൾപ്പെടുത്തേണ്ട കേസാണ്. ഇവർ അതിനും വെറുതെ എക്സ്ട്രാ ഫീസ് പറഞ്ഞുകൊണ്ട് നമ്മളെ ശരിക്കും പൊട്ടനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്ത് എത്ര ബേർഡ്സ് ഉണ്ടെന്ന്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ കാണുക, അത്രേ പറയുള്ളൂ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ബേർഡ്സിനെ വെച്ച് തരുന്നുണ്ട്, അതൊക്കെ എന്ത് കാര്യമിരിക്കണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുക തന്നെയാണ്. ഈ 40 രൂപയുടെ ഈ ബേർഡ്സ് പാർക്കിലേക്ക് ദയവ് ചെയ്ത് ആരും കയറാതിരിക്കുക. ഞങ്ങളറിയാതെ കയറിപ്പോയി പെട്ടുപോയി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും നമ്മൾ ചെല്ലേണ്ടത് വേറെ സ്ഥലത്തേക്കാണ്. അവിടെ വീണ്ടും ഫീസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബേഡ്സ് കണ്ടിറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് വേറെ ടൈപ്പ് ഒരു പാർക്കാട്ടോ. ഇതും ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്ക് മാത്രമാണ് ഇതിനകത്ത് എല്ലാം പരിപാടികളുള്ളൂ. അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് ചെല്ലുമ്പോഴും അതിനവർ 100 രൂപ ഫീസ് വാങ്ങിക്കുക. തൊട്ടടുത്തുള്ള അവിടെ ഞാൻ നേരത്തെ കാണിച്ച അവിടെ 200 രൂപ വാങ്ങിക്കുക. ബേഡ്സ് പാർക്കിന് 40 രൂപ വാങ്ങിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു മോശം പിടിച്ചൊരു പരിപാടിയായിട്ട് എനിക്ക് വന്നത്. ഈ 400 രൂപയ്ക്കുള്ള സംഭവമുള്ളൂ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ഇവർ ആ മറൈൻ വേൾഡിൻ്റെ അക്വേറിയത്തിൻ്റെ ഗുഹയുടെ അകത്തൂടെ കിടക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ 400 രൂപ പറയുന്നത്. പിന്നെ ഈ കാണുന്നതിലെല്ലാം കുട്ടികൾ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇതിൽ വലിയൊരു കയറി കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഇത് എത്രയും പെട്ടെന്ന് തന്നെ കേടുവന്നു പോകും. അപ്പോൾ അതിൽ തീരുമാനവും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊന്നും നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. പക്ഷെ മറൈൻ വേൾഡിന്റെ അക്വേറിയത്തിന്റെ അത് കയറണം വെച്ചാൽ കുട്ടികളുടെ ഹൈറ്റ് നോക്കി വേർതിരിക്കുന്നത് അത് എന്തർത്ഥത്തിലാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെവരും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നേനും വിടവാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തെനൂർ.